ഇന്ന് ഞാൻ എൻ്റെ പഴയ അക്വേറിയം ഒന്ന് പുതുക്കി പണിയാണ്. കാരണം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആൽഗയൊക്കെ പിടിച്ച് ആകെ അലമ്പായി കിടക്കുകയാണ് നമ്മുടെ അക്വേറിയം. അതുകൊണ്ട് തന്നെ അക്വേറിയത്തിലുള്ള എല്ലാം മാറ്റി ഒന്നീന്ന് റീസ്കേപ്പ് ചെയ്തെടുക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ്, അക്വേറിയത്തിലെ വെള്ളം മുഴുവൻ ഒരു സൈഫൺ ഉപയോഗിച്ച് നമ്മൾ സക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് വേണം നമുക്ക് അക്വേറിയത്തിലുള്ള ബാക്കി എല്ലാ സാധനങ്ങളും പുറത്തോട്ടെടുക്കാൻ. അക്വേറിയത്തിലെ വെള്ളം ഓൾമോസ്റ്റ് പറ്റിയിട്ടുണ്ട്. ഇനി ആ ചെടികളൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. ഞാൻ അധികം ഫോഴ്സ് കൊടുക്കാതെ പതിയെയാണ് ഇളക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വേരുകളൊന്നും അധികം പൊട്ടിപ്പോകത്തില്ല. ഈ പ്ലാന്റ്സ് എല്ലാം ഈ ടാങ്കിൽ തന്നെ റീപ്ലാന്റ് ചെയ്യാനാണ് എൻ്റെ പദ്ധതി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ശ്രദ്ധിച്ചത് ഡാമേജ് ഒന്നും കൂടാതെ പറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് കണ്ടാൽ മനസ്സിലാവും, ഇതിൻ്റെ ഇലയിലൊക്കെ ആൽഗെ പിടിച്ച് ആകെ അലമ്പായി കിടക്കുകയാണ്. അപ്പോൾ ഇത് പുതിയ ടാങ്കിലോട്ട് ഇത് ഡയറക്റ്റ് നട്ടാൽ കുറച്ച് വൃത്തികേടായിരിക്കും. ഇത് എങ്ങനെ നല്ല രീതിയിൽ ആക്കിയെടുക്കാമെന്ന് ഞാൻ വീഡിയോയുടെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു തരാം. പ്ലാന്റ്സ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള സബ്സ്ട്രേറ്റും കൂടെ എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഗ്രാവലും അതിൻ്റെ അടിയിലാണ് സബ്സ്ട്രേറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് സബ്സ്ട്രേറ്റ് ഇളകാതെ തന്നെ അതിന് മുകളിലുള്ള ഗ്രാവല് പതിയെ ബക്കറ്റിൽ കോരിയെടുക്കാം. എത്ര ശ്രമിച്ചാലും നമുക്ക് കുറച്ച് സബ്സ്ട്രേറ്റ് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. സോ മാക്സിമം നമുക്ക് ഗ്രാവല് മാത്രമായിട്ട് എടുക്കാൻ നോക്കാം. ഗ്രാവലൊക്കെ പറ്റുന്ന പോലെ ഞാൻ ബക്കറ്റിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലുള്ള ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള സബ്സ്ട്രേറ്റും കൂടെ എടുത്ത് മാറ്റണം. ഇതെന്തായാലും നമ്മൾ റീയൂസ് ചെയ്യാനാണ് പ്ലാൻ. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് അക്വേറിയത്തിൻ്റെ ഗ്ലാസ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മുടെ അക്വേറിയം നല്ല പക്കയായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റീസ്കേപ്പിംഗ് പരിപാടി ഒന്നേന്ന് തുടങ്ങണം. അതിനായിട്ട് ഞാൻ നേരത്തെ ആദ്യം എടുത്തു വെച്ച സബ്സ്ട്രേറ്റ് വീണ്ടും തിരിച്ച് അക്വേറിയത്തിൽ നിറയ്ക്കുകയാണ്. ഇതിലാണ് നമ്മുടെ ചെടികൾ ഇനി നട്ടു വളർത്താൻ പോകുന്നത്. സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. ഇതിൽ കുറച്ച് റൂട്ട് ടാപ്സ് ഞാൻ പൊടിച്ച് ആഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നമുക്കിപ്പോൾ ചെയ്യാം. അതിനായിട്ട് ഞാൻ ആ സബ്സ്ട്രേറ്റ് ഒന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് റൂട്ട് ടാപ്സ് ആഡ് ചെയ്യുകയാണ്. ഈ റൂട്ട് ടാപ്സ് ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇത് ഓൾറെഡി യൂസ്ഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ആയതുകൊണ്ട് ഇതിൽ ന്യൂട്രീഷണൽ വാല്യൂ വളരെ കുറവായിരിക്കും. അപ്പോൾ അതൊന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഈ റൂട്ട് ടാപ്സ് യൂസ് ചെയ്യുന്നത്. ഈ റൂട്ട് ടാപ്സിൽ ചെടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സബ്സ്ട്രേറ്റിൽ ഇത്തിരി ന്യൂട്രീഷണൽ വാല്യൂ കുറഞ്ഞാലും ഈ റൂട്ട് ടാപ്സ് ഉപയോഗിക്കുന്നുണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ പുറത്ത് നേരത്തെ എടുത്തു വെച്ച ഗ്രാവല് വീണ്ടും ആഡ് ചെയ്യാം. ഈ ഗ്രാവല് പുറത്ത് വിരിക്കുന്നതുകൊണ്ട് തന്നെ സബ്സ്ട്രേറ്റിലുള്ള ന്യൂട്രീഷണൽ കണ്ടൻറ്റ് ഒന്നും വെള്ളത്തിലോട്ട് വീണ്ടും ലീച്ച് ഔട്ട് ചെയ്ത് ഇറങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ ആൽഗെ ഗ്രോത്തും അത് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല, ഈ ഗ്രാവല് വിരിക്കുന്നതുകൊണ്ട് തന്നെ ബെനിഫിഷ്യൽ ബാക്ടീരിയ വളരാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് ഡെക്കറേഷൻസ് ആഡ് ചെയ്യാം. ഞാൻ ഇതിൽ 2 റോക്സും ഒരു ഡ്രിഫ്റ്റ് വുഡും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച പ്ലാന്റ് എങ്ങനെ റീപ്ലാന്റ് ചെയ്യാനായിട്ട് സെറ്റാക്കി എടുക്കാമെന്ന് നോക്കാം. ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഇതിനായിട്ട് ഒരു കത്രിക എടുത്തിട്ട് ജസ്റ്റ് ആ ആൽഗെ ഒന്ന് ചീത്തയായ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് 1-2 ഇല മാത്രം ചെടിയിൽ വെച്ചാൽ മതി. ബാക്കി എല്ലാം കട്ട് ചെയ്ത് കളയുക. നല്ല ഇല മാത്രം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ റൂട്ട്സും കൂടെ ഒന്ന് അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ചെടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. അത് കറക്റ്റായിട്ട് റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെടി വീണ്ടും പഴയ പോലെ ഗ്രോ ആയി വന്നോളും. പഴയ പ്ലാന്റ്സ് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഈ കാണുന്ന സ്റ്റെം പ്ലാന്റ്സ് ഞാൻ ഒരു ജർമ്മൻകാരൻ്റെ നിന്ന് മേടിച്ചതാണ്. ഇനി ഈ പ്ലാന്റ്സ് എല്ലാം നമുക്ക് അക്വേറിയത്തിലോട്ട് നട്ടുകൊടുക്കാം. പ്ലാന്റ്സ് നടാനായിട്ട് ഞാൻ ഗ്രാവലിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് നടുമ്പോൾ അത് ഫിക്സ് ആയിട്ട് ഇരുന്നോളും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം പിന്നീട് ആഡ് ചെയ്യുമ്പോൾ ഈ പ്ലാന്റ്സ് ഗ്രാവലിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് കവർ അക്വേറിയത്തിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തോട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് ഗ്രാവൽ ഇളകിപ്പോകുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല. വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് ഇപ്പോൾ അക്വേറിയത്തിൻ്റെ അവസ്ഥ. വെള്ളം ആകെ ക്ലൗഡി ആയിട്ട് കിടക്കുകയാണ്. പക്ഷേ ഇത് ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ക്ലിയർ ആയിക്കോളും. അക്വേറിയം സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ പ്ലാന്റ്സ് ഒക്കെ പതിയെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഗ്ലാസ്സിലൊക്കെ കുറച്ച് ആൽഗ ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ഫസ്റ്റ് അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ നോർമലാണ്. ഈ ആൽഗ പ്ലാന്റ്സ് ഒക്കെ കുറച്ച് വലുതായി എസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോഴേക്കും നശിച്ചു വെക്കോളും. ഇനി ഞാൻ ആൽഗ റിമൂവ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് സ്ക്രേപ്പർ ഉപയോഗിച്ച് ആ ഗ്ലാസ്സിലുള്ള ആൽഗ ഫുള്ള് റിമൂവ് ചെയ്യാണ്. ഇനി അക്വേറിയത്തിൽ ഏകദേശം 25% വെള്ളം നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു സൈഫൺ ഉപയോഗിച്ച് ഞാൻ അക്വേറിയത്തിൽ വെള്ളം ഫുള്ള് സക്ക് ചെയ്തെടുക്കുകയാണ്. വെള്ളം മാറ്റി പുതിയ വെള്ളം ആഡ് ചെയ്തപ്പോൾ അക്വേറിയം കുറച്ചുകൂടെ ക്ലിയർ ആയി. വെള്ളത്തിലെ ടാനിൻസ് ഒക്കെ കുറഞ്ഞ ആ യെല്ലോ കളറൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അക്വേറിയത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ കാട് പിടിച്ച് വളർന്നിട്ടുണ്ട്. ഇതിൽ ഈ കാണുന്ന പ്ലാന്റ് ഏതാണെന്ന് എനിക്ക് വലിയ ധാരണയില്ല. ഗപ്പി ഗ്രാസ് ആണെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഇവനാണ് നമ്മുടെ ടാങ്കിലെ മെയിൻ താരം. ആള് കുറച്ച് എക്സോട്ടിക് ആണ്. ഇത് കോപ്പർ അവതാർ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ബീറ്റ ഫിഷ് ആണ്. ആളെ ഞാൻ ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് എത്തിച്ചതാണ്. ആൾക്ക് കൂട്ടിന് ഞാനൊരു ഓട്ടോസിംഗ്ലസ് ഫിഷിനെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവൻ അക്വേറിയത്തിൽ ആൽഗയൊക്കെ തിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.